ഹായ്, ഞാൻ ശിവദാസൻ. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫ്യൂച്ചർ ടെൻസിലത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നായിരുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ വിൽ ഹാവ് എന്ന് എഴുതിയതിന് ശേഷം വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിൽ ഹാവ് റിട്ടൺ, ഷാൾ ഹാവ് റിട്ടൺ. ഷാൾ ഹാവ് മാറ്റി വെക്കാൻ പറഞ്ഞു. വിൽ ഹാവ് പഠിച്ചു പോയാൽ മതി. നോർമൽ ഫ്യൂച്ചർ ടെൻസിലെ പെർഫെക്റ്റിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ വിൽ ഹാവ് എന്ന് ഉപയോഗിച്ചിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം വെർബിൻ്റെ ഉപയോഗിച്ചാൽ മതി എന്ന രീതിയിൽ പോയാൽ മതി. ഷാൾ ഹാവിന് നേരിയ അർത്ഥവ്യത്യാസം ഉള്ളതുകൊണ്ട്, കുറച്ച് ഡിറ്റർമിനേഷൻ ഉള്ളതുകൊണ്ട് മാറ്റി വയ്ക്കാം. അത് പിന്നീട് നമ്മൾക്ക് പഠിക്കാം. ഷുഡ്, വുഡ്, മൈറ്റ്, ക്യാന്, കുഡ് എന്നൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ പഠിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ വിൽ ഹാവ് റിട്ടൺ എന്നാണ്. എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എഴുതിയിരിക്കും എന്നൊക്കെ അർത്ഥം വരും. എല്ലാ അർത്ഥവും ചില സമയങ്ങളിൽ പറയാൻ പോസിബിൾ ആയെന്ന് വരില്ല, ചിലപ്പോൾ ചിലത് വിട്ടുപോകാം. പക്ഷെ എന്നും വായിക്കുമ്പോൾ നമ്മൾക്കത് ഈ അർത്ഥം വരും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിലത്തെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസും അവസാനത്തെ 12 ടെൻസിലത്തെ അവസാനത്തെ ടെൻസുമാണ്. ശ്രദ്ധിക്കുക, ഈ ടെൻസ് അത്ര കണ്ടമാനം ഉപയോഗിക്കാറില്ലെങ്കിലും വളരെ ചുരുക്കമായിട്ട് തന്നെ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ നോർമലായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ വരാറില്ല, എങ്കിലും ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ടാവും, എഴുതിയിരിക്കും എന്നാണ് ഇപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിൽ പഠിച്ചതെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഞാൻ എഴുതിക്കൊണ്ടേ ഇരിക്കും ഫ്യൂച്ചർ. അതിന് ആ ഇരിക്കും നിങ്ങൾക്ക് ഫ്യൂച്ചർ വരാൻ വേണ്ടിയിട്ടാണ് എഴുതിക്കൊണ്ടേയിരിക്കും, തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്, ചെയ്തുകൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും, എഴുതിക്കൊണ്ടേയിരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് നമ്മൾ മലയാളത്തിൽ തന്നെ നമ്മളത് പാസ്റ്റിലേക്ക് ആക്കുമ്പോൾ എന്താവും? എഴുതിക്കൊണ്ടേ ഇരുന്നു. ഇന്നത്തെ ഒരു കാര്യമാണ് പറയുന്നത്, മുമ്പത്തെ ഒരു കാര്യമാണ്. അപ്പോൾ അത് പ്രസൻറ്റിലാവുമ്പോൾ നമ്മൾ മലയാളത്തിൽ എങ്ങനെ പറയണം? എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ആ മലയാളത്തിൽ ഇതേപോലെ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു, എഴുതിക്കൊണ്ടേ ഇരുന്നു, എഴുതിക്കൊണ്ടേ ഇരിക്കും. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് വരിക എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ ഇതാണ് ടെൻസ് പഠിക്കാനുള്ള എളുപ്പം എന്ന് പറഞ്ഞത്, ഷോർട്ട് കട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഹാസ് ബീൻ, ഹാവ് ബീൻ, റൈറ്റിംഗ്. എഴുതിക്കൊണ്ടേ ഇരിക്കുന്നു. എഴുതിക്കൊണ്ടേ ഇരുന്നു എന്നാണെങ്കിലോ ഹാഡ് ബീൻ റൈറ്റിംഗ്, കഴിഞ്ഞു പോയ കാര്യം. ഫ്യൂച്ചറിലാണെങ്കിൽ നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കും, വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്. ഇനി അതിൽ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഒന്നും നോക്കാനില്ല. സബ്ജക്റ്റ് ഗൗതം ആണെങ്കിലും ഗൗതം. നമ്മൾ ഹാസ് ഒന്നും ഉപയോഗിക്കരുത്, അതൊക്കെ അതിൻ്റെ കഥയൊക്കെ കഴിഞ്ഞിരിക്കുന്നു പ്രസൻറ്റ് ടെൻസിൽ. അപ്പോൾ ഇവിടെ ഗൗതം വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് ING പ്രസൻറ്റ് രൂപത്തിനോട് കൂടെ ചേർക്കണം. ഗൗതം വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഗൗതം ആൻഡ് മാധുരി വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അവർ രണ്ടുപേരും ചേർന്ന് ഒരു കത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കും. അതാണ് ഫ്യൂച്ചർ. ഇനി അതിന് നെഗറ്റീവ് ഉണ്ടാക്കാനോ? ഗൗതം വിൽ നോട്ട് ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ഗൗതം എഴുതിക്കൊണ്ടേ ഇരിക്കില്ല. ഇത് മറ്റുള്ളത് പഠിച്ച പോലെ തന്നെ, വലിയ ഒരു വ്യത്യാസമൊന്നുമില്ല. ഗൗതം ആൻഡ് മാധുരി ആണെങ്കിലോ ഗൗതം ആൻഡ് മാധുരി വിൽ നോട്ട് ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ, നെഗറ്റീവായി. ഇനി ഐ ആണെങ്കിലോ ഐ വിൽ നോട്ട് ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ദേ ആണെങ്കിൽ they will not have been writing a letter. We ആണെങ്കിൽ we will not have been writing a letter. You will not have been writing a letter. ഈ I, we, you, they കോമൺസ് യൂസേജിൽ ധാരാളം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെ സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് പഠിക്കുകയാണ്. പിന്നെ വരാൻ പോകുന്നത് ഷീ ഇറ്റ് എന്നാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വല്ലപ്പോഴും വല്ല രാജ്യത്തിൻ്റെ പേരോ മൃഗങ്ങളുടെ പേരോ പൂക്കളുടെ പേരോ വസ്തുക്കളുടെ പേരൊക്കെ സബ്ജക്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ മറക്കരുത്, ഇതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കാനുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾക്കത് ചോദ്യം ഉണ്ടാക്കാനാണെങ്കിലോ വിൽ ഗൗതം ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. വിൽ ഗൗതം ആൻഡ് മാധുരി ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. അവർ രണ്ടുപേരും എഴുതിക്കൊണ്ടേ ഇരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളതിന് ഉത്തരം ഉണ്ടാക്കിയിട്ട് പറയണം യെസ്. അപ്പോഴാണ് നമ്മളത് പഠിക്കുന്നത്. യെസ്, ദേ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ബോത്ത് ഓഫ് ദം വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ. ആശയം മാറ്റി നിങ്ങൾ സബ്ജക്റ്റിനെയും വെർബിനെയും മാറ്റി വേറെ വെർബ് വെച്ചിട്ട് ഞാൻ നാളെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും എന്ന് മാറ്റി പറയണം. അപ്പോൾ ഐ വിൽ ഹാവ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ യെസ്റ്റർഡേ. വിൽ ഐ ഹാവ് ബീൻ ഡ്രിങ്കിങ് വാട്ടർ യെസ്റ്റർഡേ. ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുമോ എന്നുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ വീണ്ടും നമുക്കറിയാം, നമ്മൾ നോട്ട് ചേർത്താൽ മതി. വിൽ ഐ ഹാവ് നോട്ട് ബീൻ ഡ്രിങ്കിങ് വാട്ടർ. വളരെ എളുപ്പമാണ്, മറ്റുള്ളതിൽ പഠിച്ച പോലെ തന്നെ അത്ര എടുത്തു പറയാനില്ല. അപ്പോൾ ഐ വിൽ നോട്ട് ഹാവ് ബീൻ ഡ്രിങ്കിങ്. ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കില്ല. ദേ വിൽ നോട്ട് ഹാവ് ബീൻ ഡ്രിങ്കിങ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിലല്ല ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വെള്ളം എന്തായാലും വന്നും പോയിരിക്കും. ശ്രദ്ധിക്കേണ്ടത് വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് ആൻഡ് വിൽ നോട്ട് ഹാവ് ബീൻ റൈറ്റിംഗ്. ഇതാണ് നമ്മുടെ വെർബ്.
ഇതിന് സ്വന്തമായിട്ട് ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം അങ്ങനെ തന്നെ പഠിക്കണം. വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എഴുതിക്കൊണ്ടേയിരിക്കും. വിൽ നോട്ട് ഹാവ് ബീൻ റൈറ്റിംഗ് എഴുതിക്കൊണ്ടേ ഇരിക്കില്ല. അതും പഠിച്ചു. ഇനി അവരെന്താ എഴുതിക്കൊണ്ടേയിരിക്കുക? വാട്ട് വിൽ ദേ ഹാവ് ബീൻ റൈറ്റിംഗ്? എപ്പോഴാണ് അവർ എഴുതിക്കൊണ്ടേയിരിക്കുക? വെൻ ദേ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്. വെൻ വിൽ ദേ ഹാവ് ബീൻ റൈറ്റിംഗ്. വെൻ വിൽ ഹാവ് ദേ ബീൻ, അങ്ങനെയാണ്. വെൻ വിൽ ഹാവ് ദേ ബീൻ റൈറ്റിംഗ്. ഈ രീതിയിൽ നിങ്ങൾ സെൻറ്റൻസ് വെർബിനെ മാറ്റി സബ്ജക്റ്റിനെ മാറ്റിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കല്ലിൽ കൊത്തി വെച്ച പോലെ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല. അപ്പം നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യണം ഇതിന്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഇപ്പോൾ പോസിറ്റീവ് എന്നും പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു, ഇനി വാട്ട്, വേർ, വൈ, ഹൗ, വെൻ, ഇതെല്ലാം മുന്നിൽ വെച്ചിട്ട് വെൻ വിൽ ഗൗതം ഹാവ് ബീൻ, വെൻ വിൽ ഗൗതം ഹാവ് ബീൻ റൈറ്റ് ഇതുപോലെ ചോദ്യം ഉണ്ടാക്കാൻ കഴിയും. ഗൗതമിന് രണ്ടുപേരും ചേർത്ത് ചോദ്യം ഉണ്ടാക്കാൻ കഴിയും. ഇതിപ്പോൾ നമ്മൾ പഠിച്ചത് ഇത് ടെൻസിലത്തെ 12 ടെൻസ് ഉണ്ടെന്ന് മുമ്പ് പറഞ്ഞിരുന്നു. 12 ടെൻസിലത്തെ ഏറ്റവും അവസാനത്തെ ടെൻസാണ്. ഫ്യൂച്ചർ ടെൻസ് 4 ഉണ്ട്, 4 അപ്പോൾ 4-മത്തെയാണ് വിൽ ഹാവ് ബീൻ റൈറ്റ് എഴുതിക്കൊണ്ടേ ഇരിക്കും. പക്ഷേ ഇത് പെർഫെക്റ്റ്ലി എങ്ങനെയായിരുന്നു? ഫ്യൂച്ചർ പെർഫെക്റ്റ്ലി വിൽ ഹാവ് റിട്ടേൺ എഴുതിയിട്ടുണ്ടാകും എന്നാണ് നമ്മൾ പഠിച്ചു. ഉണ്ടാകും എന്നുള്ളൊരർത്ഥം വിൽ ഹാവിനുണ്ടെന്ന് മറക്കരുത്, ഓർമ്മിക്കുക. വിൽ ഹാവ് റിട്ടേൺ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ടാകും, എഴുതിയിരിക്കും എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. എഴുതിയിരിക്കും, എഴുതിയിട്ടുണ്ടാകും, അങ്ങനെ ചെറിയ വ്യതിയാനമൊക്കെ വരും. നമ്മളത് ശ്രദ്ധിക്കണം. എല്ലാ അർത്ഥങ്ങളും ചിലപ്പോൾ പറയാൻ കിട്ടിയെന്ന് വരില്ല, വിട്ടുപോവാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വിൽ ഹാവ് റിട്ടേൺ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ എഴുതിയിരിക്കുന്നു പറയണമെങ്കിൽ ഇപ്പോൾ എവിടേക്കാണ് പോവുക? അതിനുള്ള ഇംഗ്ലീഷ് എവിടുന്ന കൊണ്ടുവരും? അത് തന്നെയാണ്, ഈ വിൽ ഹാവ് റിട്ടേൺ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ 12 ടെൻസും പഠിച്ചു കഴിഞ്ഞു. ഏകദേശം ഒരു 60% ഇംഗ്ലീഷിൻ്റെ ഈ ടെൻസോട് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി യൂസേജസ് ആണ്. അത് കൂടാതെ വേറൊരു കാര്യം കൂടി ഇതിലുണ്ട്. ഈ 12 ടെൻസിന് നമ്മൾ ഈ 12 ടെൻസിലും കർത്താവ് കൊണ്ടാണ് നമ്മൾ ഓരോ സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, ഇപ്പോൾ ഗൗതം ആൻഡ് മാധുരി, ഇങ്ങനെ അല്ലാതെയും സെൻറ്റൻസ് വരാറുണ്ട്. പിന്നെ നമ്മൾ ഈ കർത്താവ് കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകളെ കർത്തരി പ്രയോഗം എന്ന് പറയും, ആക്റ്റീവ് വോയിസ്. ഇതല്ലാതെ വരുന്ന സെൻറ്റൻസ് കർമ്മമുണ്ട്. ഇപ്പോൾ ഗൗതം ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഈ എ ലെറ്റർ എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു, പ്രസൻറ്റ് സിമ്പിൾ തന്നെ പറഞ്ഞു, അത് പിന്നീട് പഠിക്കാമെന്ന്. ഈ ലെറ്റർ എന്നുള്ളത് ഈ സെൻറ്റൻസിലത്തെ കർമ്മമാണ്. ഗൗതം എന്നുള്ളത് അതിലത്തെ സബ്ജക്റ്റും, എഴുതുക എന്നുള്ളത് അതിലെ വെർബും, എ ലെറ്റർ എന്നുള്ളത് അതിലത്തെ കർമ്മമാണ്. ഇതിൻ്റെ ഫലം വന്ന് ചേരുന്നതാണ് ഈ കർമ്മത്തിന്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ലെറ്ററിനെ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് തുടങ്ങാം. ആ തുടങ്ങുന്നതിന് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയും. അതിനെ പാസീവ് വോയിസ് എന്ന് പറയും, കർമ്മണി പ്രയോഗം എന്ന് പറയും. കർമ്മം കൊണ്ട് തുടങ്ങുന്നതിന് കർമ്മണി പ്രയോഗം എന്ന് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ 12 ടെൻസ് ആക്റ്റീവ് വോയിസിൽ നമ്മൾ കഴിഞ്ഞ് തീർന്നിരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള പാസീവ് വോയിസാണ്. അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല, അത്ര പ്രശ്നം ഉണ്ടാക്കുന്നതോ വലിയ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കി വലിയ കൺഫ്യൂസിങ് അല്ലാതെ ഇതിലും എളുപ്പമായിട്ടുള്ളതാണ്. അത് പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പല പത്രങ്ങളിലും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി പോലും അതാണ്. വാങ്ങിയതായിട്ട് പറയപ്പെടുന്നു, എഴുതപ്പെടുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. വാങ്ങിയതായിട്ട് പറയപ്പെടുന്നു, കൊടുത്തതായിട്ട് പറയപ്പെടുന്നു, കൊല്ലപ്പെട്ടു, ഈ കട്ടു എന്നുള്ള രീതിയിലൊക്കെ വരുന്നതൊക്കെ ഈ പാസീവ് വോയിസിലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ നമുക്കത് അടുത്തതിൽ പഠിക്കാം. ഒരു ടെൻഷനൊന്നും ആവാനില്ല. വളരെ ലളിതമായി പറഞ്ഞിട്ട് ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും മതി ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് ഒരുമിക്കാം, കാണാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എന്തെങ്കിലും ഉപകാരം ഇതിന്ന് കിട്ടിയെങ്കിൽ, എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശേഷം അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.